ഇങ്ങ് ഗൾഫ് നാടുകളിൽ GCC-യിൽ എസ്പെഷ്യലി നമ്മുടെ കുവൈത്തിൽ കുറെ കൊച്ചമ്മമാരുണ്ട്. കൊച്ചമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കെട്ടിയവനെ കൊണ്ട് ഇട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ കഴിവിക്കുന്ന കുറെ കൊച്ചമ്മമാർ. കുറച്ച് ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വന്തം കെട്ടിയവനെ വരെ അങ്ങനെ വരുതിക്ക് നിർത്തുന്ന കുറെ കൊച്ചമ്മമാർ ഇവിടെ ഉണ്ട്. ഈ GCC-യിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. എസ്പെഷ്യലി കുവൈത്തിൽ ഒരു പാവപ്പെട്ട വീട്ടു ജോലി ചെയ്യാൻ വന്ന സ്ത്രീയുടെ കന്നം അടിച്ചു പൊളിച്ചിട്ട് ആഹാരം കൊടുക്കാതെ റൂമിൻ്റെ അകത്ത് അടച്ചിട്ട് എന്നിട്ട് അവരുടെ കഫീലിനെ വിളിച്ചിട്ട് ആ പാവപ്പെട്ട സ്ത്രീയെ നാട്ടിക്കയറ്റി വിട്ടു. മനസ്സിലായില്ലേ? അതും ഒരു മലയാളി കൊച്ചമ്മയാണ്. അത് ഒരു മലയാളി വീട്ടിലാണ് സംഭവിച്ചത്. പറഞ്ഞു വരുന്നത് മലയാളി കൊച്ചമ്മമാരെ കുറിച്ചാണ്. ഇവിടെ വന്ന് ഒരു ജോലിയൊക്കെ ആയി 10, 700, 800 ദിനാർ ശമ്പളമൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ മോനെ ഇവളെയൊക്കെ ജാട കാണണം. പെറ്റ തള്ള കണ്ട വെള്ളം കുടിക്കില്ല, അമ്മാതിരി തീട്ട ജാടകളാണ് ഇവക്കൊക്കെ. പക്ഷെ ഇവളൊക്കെ കെട്ടിയവനൊക്കെ ഉണ്ടല്ലോ പാവങ്ങളാണ്. ഇങ്ങോട്ട് വാടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും. എന്തുവാടോ കുട്ടീൻ്റെ തീട്ടം കോരാത്ത, കുട്ടീൻ്റെ ജെട്ടിയെടുത്ത് മാറ്റാത്ത, തുണി കഴുകാത്ത എന്ന് ചോദിച്ചിട്ട് കെട്ടിയവൻ്റെ തോളിൽ വരെ കയറുന്ന കുറെ കെട്ടിയവന്മാർ. പറഞ്ഞിട്ട് കാര്യമില്ല, കെട്ടിയവന്മാരൊന്നും പറയാൻ പറ്റില്ല. കാരണം അവളെയൊക്കെ ചിലവിലാണ് കഴിയുന്നത്. കാരണം ഇവനൊക്കെ 200 ദിനാർ, 300 ദിനാർ, അല്ലെങ്കിൽ ചിലപ്പോൾ 150 ദിനാറിൻ്റെ ജോലിയൊക്കെ ഉണ്ടാവും. കെട്ടിയോളാണ് റൂം വാടക കൊടുക്കുന്നത്, തിന്നാൻ കൊടുക്കുന്നതല്ല. അതുകൊണ്ട് കെട്ടിയോൾ പറയുന്നത് കേട്ടേ പറ്റും ഇവിടുത്തെ കൊച്ചമ്മമാർ. അപ്പം മലയാളി കൊച്ചമ്മമാർ ഇവർക്ക് വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീകളോട്, പാവപ്പെട്ട സ്ത്രീകളോട് ഭയങ്കര പുച്ഛമാണ്. എല്ലാവരും അല്ല, ചിലർ ഭയങ്കര പുച്ഛമാണ്. അവർക്ക് വീട്ടിലെ ജോലി ചെയ്യണം, ബാത്റൂം കഴുകണം, കുട്ടീനെ നോക്കണം. പോരാത്തതിന് ഇവർ വരുമ്പം ടേബിളിൽ ആഹാരം നിറഞ്ഞിരിക്കും. എന്നാൽ കൊടുക്കുന്നതോ തുച്ഛമായ 100 ദിനാർ, 120 ദിനാർ. അത് കൊടുത്തു. എൻ്റെ മോനെ ഇവളുമാർക്കൊക്കെ സാലറി വീഴുന്നത് 24, 25, 26 അകത്ത് സാലറി വീഴും. പക്ഷേ ഈ വീട്ടിൽ വരുന്ന ജോലിക്കാർക്ക് ഇവളൊക്കെ സാലറി കൊടുക്കുന്നത് 100 ദിനാറാണെങ്കിൽ അത് 10-ാം തീയതി വരെ ഇങ്ങനെ നീട്ടും. മനസ്സിലായോ? എന്നിട്ട് അത് കൊടുക്കുന്നതിന് എന്തോരം കുറ്റം പറയുമെന്നറിയോ? നീ അന്ന് അത് ചെയ്തില്ല, നീ ഇന്ന് ഇത് ചെയ്തില്ല, നീ അന്ന് തുണി കഴുകിയിട്ടില്ല, നീ എൻ്റെ ജെട്ടി കഴുകിയിട്ടില്ല, അത് കഴുകിയിട്ടില്ല, ഇത് കഴുകിയിട്ടില്ല. അതുപോരാത്തതിന് ഇവനെ പോലുള്ള കുറെ ഇവളുമാരുടെ കെട്ടിയവന്മാരുണ്ട്, കോഴികൾ. ഇവളില്ലാത്ത സമയത്ത് അവരെ പൂട്ടാൻ നോക്കുന്ന കുറേവന്മാരുണ്ട്. ഈ പാവപ്പെട്ട സ്ത്രീനെ, ഈ പാവങ്ങളെന്ന് പറയുന്ന ഒരു വീട്ടിൽ നിന്ന്, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവർ ഒരു വീട്ടിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യും. അങ്ങനെ കുറഞ്ഞത് ഒരു 4 വീട്ടിലെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും മെച്ചമുള്ളൂ. ഇവർ കൊടുക്കുന്നതോ തുച്ഛമായ ശമ്പളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യപ്പറ്റില്ല, ആഹാരം കൊടുക്കൂല. മനസ്സിലായില്ലേ? ചില വീടുകൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സങ്കടം, ആഹാരം പോലും കൊടുക്കാത്ത കുറെ മലയാളി കൊച്ചമ്മമാർ. ഇവിടെയൊക്കെ വേറെ പേരാണ് വിളിക്കേണ്ടത്, പക്ഷേ അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട് ഇവിടെ. അവളെയൊക്കെ ജാടയൊക്കെ കാണണം. എൻ്റെ മോനെ പണ്ട് പറയണ്ട. ഇവളൊക്കെ ആഹാരം കൊടുക്കൂല, ഒരു സാധനം കൊടുക്കൂല. എന്നിട്ട് CCTV അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 24 മണിക്കൂർ അങ്ങ് നിരീക്ഷണമാണ്. ഇവരിവിടെ എന്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് ഡീസൻ്റ് എന്നറിയാം? ഇവളെയൊക്കെ കാട്ടിയൊക്കെ 100% ഡീസൻ്റാണ് ഇവിടുത്തെ അറബികൾ. അറബി പെണ്ണുങ്ങൾ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കും, ആഹാരം കൊടുക്കും. ഒരു 10 വീടെടുത്തു കഴിഞ്ഞാൽ അറബി വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും പ്രശ്നം. മനസ്സിലായില്ലേ? ബാക്കി 9 വീട്ടിലും അവർക്ക് കുഴപ്പമില്ല. കൃത്യമായിട്ട് സാലറി, ആഹാരം, വസ്ത്രം, അവർക്ക് വേണ്ട എല്ലാ സാധനവും കൊടുക്കും. പക്ഷേ ഇവിടുത്തെ ചില കൊച്ചമ്മമാരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി ചേച്ചിമാരുടെ അവസ്ഥ ഉണ്ടല്ലോ മക്കളെ, സഹിക്കാൻ പറ്റൂല. ഈ കെട്ടിയോളമാരെ സഹിക്കണം. അതിനകത്ത് ഉറങ്ങിക്കിടക്കുമ്പം ഈ കെട്ടിയവന്മാർ ലൈറ്റർ എടുക്കാനും ചാർജർ എടുക്കാനും ചെന്ന് കയറും. മനസ്സിലായോ? അവന്മാരെ സഹിക്കണം. കുറെ മൈരന്മാരുണ്ട് ഇങ്ങനെ. കൊച്ചമ്മമാര് ഭയങ്കര ഇതാണ്.
കുറച്ച് ശമ്പളമൊക്കെ എവിടെ നിന്നൊക്കെ പോയിട്ട് ഒരു പഠിപ്പുമൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിചാരം ഞങ്ങൾ തന്നെ ഇവിടുത്തെ രാജാവ്. അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ പണിക്കാർ വീട്ടിൽ വരുമ്പം അങ്ങോട്ട് കാലുമേ കാലും കയറ്റിയിരുന്ന ഇതെന്തേ ചെയ്യാത്ത ശമ്പളം കൊടുക്കണ നേരത്ത് ഇവളൊക്കെ എന്തൊക്കെ പറയുമെന്നറിയോ? വൃത്തികെട്ട കുറേ കൊച്ചമ്മമാരാണ്. വൃത്തികെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ട. ഇവളെയൊക്കെ കെട്ടിയവന്മാരൊക്കെ ഇവളൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? പൊന്നാര മക്കളെ, അവനെയൊക്കെ പൂവിട്ട് പൂജിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം ഒരു അവാർഡ് അവന്മാർക്ക് കൊടുക്കണം. കാരണം ഇവളെയൊക്കെ സഹിക്കുന്നുണ്ട്. കാരണം ഇവക്കൊക്കെ ശമ്പളമുണ്ട്, അതിൻ്റെ പേരിൽ അവന്മാർ സഹിച്ചു നിൽക്കുകയാണ്. ഈ വീട്ടിൽ ജോലി ചെയ്യുന്നവരെക്കാട്ടി കഷ്ടമാണ് ഇവളെയൊക്കെ കെട്ടിയവന്മാരുടെ കാര്യം. അങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീനെ അടിച്ച് കന്നം പൊളിച്ച് അവരുടെ കഫീലിനെ വിളിച്ച് നാട്ടിൽ കയറ്റിയിട്ട് അവളെയൊക്കെ ഫോട്ടോയും കാര്യമൊന്നും കൊടുക്കുന്നില്ല. എന്തിന്? പക്ഷെ നീയൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛന അമ്മയ ആരെങ്കിലും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രവാസ മണ്ണിൽ കയറി വന്നത്. മനസ്സിലായില്ലേ? അവരോടൊക്കെ നീയൊക്കെ ഒരു ചെറിയ കരുണയെങ്കിലും കാണിക്കണം, സഹജീവി ബഹുമാനമെങ്കിലും കാണിക്കണം, നമ്മുടെ നാട്ടുകാരെന്നുള്ളൊരു ബഹുമാനമെങ്കിലും കാണിക്കണം. അല്ലാതെ നീയൊന്നും കൊച്ചമ്മ ചമയരുത്. മനസ്സിലായില്ലേ? നിന്നെയൊക്കെ ഇവിടുത്തെ അറബികൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഹിന്ദി എന്നാണ്. ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അവർ പറയുന്ന ഹിന്ദി എന്നാണ്. അല്ലാണ്ട് നിനക്കൊരു കൊമ്പില്ല അവർക്കൊരു കൊമ്പില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും ഹിന്ദി എന്നാണ് വിളിക്കുന്നത്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ. മനസ്സിലായോ? നിനക്ക് കുറച്ച് ശമ്പളമുണ്ട്, അവർക്ക് കുറച്ച് ശമ്പളം കുറവ് എന്നൊന്നും വെച്ച് അവർ വേർതിരിക്കുന്നില്ല. പക്ഷെ നിൻ്റെയൊക്കെ ഈ വേർതിരിവുണ്ടല്ലോ കൊച്ചമ്മമാരെ, ഒന്ന് കുറക്കണം. പാവങ്ങളാണ്, ജീവിക്കാൻ വേണ്ടി വന്നവരാണ്, കഷ്ടപ്പെട്ട് വന്നവരാണ്, സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി വന്നവരാണ്, സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടി വന്നവരാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പും ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അതിക്രമങ്ങൾ കണ്ടിട്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കൊച്ചമ്മമാരെ ഇനിയെങ്കിലും നന്നാവും. അല്ലെങ്കിൽ കെട്ടിയവന്മാരോട് പറയാനുള്ളത്, ഇവളെയൊക്കെ ഒന്ന് നിലക്കി നിർത്താൻ നിങ്ങളും പഠിക്കുക. കാരണം നിങ്ങൾ ഈ മീശ വെച്ചിട്ട് നടക്കുന്ന ആണായിട്ടാണ്. അവളെയൊക്കെ ചിലവിൽ ജീവിക്കുന്നതിലും ഭേദം ഈ മീശയുടെ തുമ്പിൽ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. അല്ലാണ്ട് എന്ത് പറയാനാണ്?